നമ്മുടെ ഉപബോധ മനസ്സിന്റെ അഭേദ്യമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സമ്പന്നനാകാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ പ്രവർത്തന തത്വങ്ങളെ പഠിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ആർക്കും തന്നെ സാമ്പത്തികമായ പ്രതിസന്ധിയോ, സ്റ്റോക്ക് മാർക്കറ്റിലെ അസ്ഥിരതയോ, സാമ്പത്തിക മാന്ദ്യമോ, പണപ്പെരുപ്പമോ, യുദ്ധമോ ഒന്നും ഒരു സാഹചര്യത്തിലും പണക്കുറവിനെ അനുഭവപ്പെടുത്താൻ മാത്രം ഉള്ള ഒന്നായി മാറിയിട്ടില്ല. സാമ്പത്തിക മാന്ദ്യമോ പണപ്പെരുപ്പമോ മറ്റോ വരുമ്പോൾ സാധാരണ ജനങ്ങളാണ് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. മറിച്ച് ഒരു അതിസമ്പന്നന് തന്നെയോ തന്റെ സാമ്പത്തിക ശക്തിയെയോ പിടിച്ചു കുലുക്കാൻ മാത്രമുള്ള ഒന്നായി ഈ അവസ്ഥകളെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം അയാൾ സമ്പത്തിന്റെ ആശയത്തെ അയാളുടെ ഉപബോധ മനസ്സിൽ അയച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അയാളുടെ ഉപബോധ മനസ്സ് സമ്പത്തിന്റെ ആശയത്തെ സ്വീകരിച്ചതുകൊണ്ട് അയാൾ എവിടെയായാലും ഏത് അവസ്ഥയിൽപ്പെട്ടാലും പണം അയാളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സമ്പന്നരായ ആളുകൾ എപ്പോഴും സമ്പന്നതയിലേക്കും ദരിദ്രരായ ആളുകൾ ദാരിദ്ര്യത്തിലേക്കും ജീവിതത്തെ നയിക്കുന്നതിന്റെ കാരണം ഇതാണ്. എന്താണ് അയാൾ ചെയ്തത്? അയാൾക്കുണ്ടാകേണ്ട പണം എല്ലായ്പ്പോഴും അയാളുടെ ജീവിതത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതായി അയാളുടെ തന്നെ മനസ്സിനെ ബോധ്യപ്പെടുത്തിയെടുത്തതാണ് ഇതിന് കാരണം. കൂടാതെ അയാൾക്ക് എല്ലാ സമയത്തും ആവശ്യത്തിലധികം പണം സുലഭമാണ് എന്ന ഒരു ആശ്ചര്യകരമായ സ്ഥിതി കൈവന്നിട്ടുമുണ്ട്. അയാളുടെ ജീവിതത്തിൽ ഉടനീളം അയാൾക്ക് സമ്പന്നതയെ കാണാൻ സാധിക്കുന്നതുകൊണ്ട്, ആ ഒരു തെളിവ് അയാളുടെ ജീവിതത്തിൽ നിന്നും അയാൾക്ക് ലഭിച്ചതുകൊണ്ട് അയാളുടെ വിശ്വാസം അയാൾ സമ്പന്നനാണ്, സമ്പത്ത് തന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന സമയത്ത് തന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. വിശ്വസിച്ചുകൊണ്ട് ബോധമനസ്സിന്റെ സമ്മതത്തോടുകൂടെ അയാൾ എന്തൊരു കാര്യമാണോ ഉറപ്പിച്ചു പറയുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ഇനി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നമ്മെ എല്ലാവരെയും വിഴുങ്ങിക്കഴിഞ്ഞാലും സുഖകരമായി അയാൾക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിക്കും. ആ സ്ഥിതിയിൽ ചിലപ്പോൾ കൂടുതൽ മെച്ചങ്ങൾ അയാൾ നേടിയെടുത്തു എന്നും വരാം. സമ്പത്തിനെ നമ്മുടെ ഉപബോധ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആകർഷണം ചെയ്യുന്നതിനെ പറ്റിയുള്ള ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമ്പത്തിന്റെ പ്രവാഹത്തെക്കാൾ കൂടുതൽ നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന്. ഒരു പരിധിവരെ ഇത് സത്യമാണ്. കാരണം കൂടുതൽ പേരെ സംബന്ധിച്ചും ഈ ഒരു കാര്യം സത്യമാണ്. വാസ്തവത്തിൽ പലരും തങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് അർഹിക്കുന്നവരാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്കത് കിട്ടാത്തത്? അവർക്ക് പണം വർദ്ധിക്കാത്തതിന്റെ കാരണം അവർ പരസ്യമായി അല്ലെങ്കിൽ നിശബ്ദമായി മനസ്സുകൊണ്ട് പണത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകളായി മാറിയതുകൊണ്ടാണ്. അയാൾ മറ്റൊരാളുടെ സമ്പന്നതയെ അന്യായമായ രീതിയിൽ നേടിയെടുത്തതാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ശരാശരിയോ അതിൽ താഴെയോ ഉള്ള ജീവിതം നയിക്കുന്ന പലരിലും ഇത്തരം കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളും അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കാം. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. അദ്ദേഹം റിച്ച് ഡാഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ അച്ഛനെയാണ്. അയാൾ ഒരു സമ്പന്നനാണ്. പുവർ ഡാഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛനെയും. അദ്ദേഹത്തിന്റെ സ്വന്തം അച്ഛൻ ഒരു ശരാശരിയിലും താഴെയുള്ള സമ്പന്നതയുടെ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പലതരം വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വാങ്ങിക്കേണ്ടതായി നമുക്ക് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വസ്തുക്കളെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണെന്നോ അല്ലെങ്കിൽ സാമ്പത്തികമായി ആ ഒരു വസ്തുവിനെ വാങ്ങിക്കാനുള്ള കഴിവ്, പ്രാപ്തി നമുക്കില്ലെന്നോ നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ തോന്നുന്നതിനെ നിങ്ങൾ സത്യമായി അംഗീകരിക്കുന്നുവോ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് സത്യമായി ഭവിക്കും. എന്നാൽ നമുക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുണ്ടെന്ന് നമ്മൾ കരുതുന്ന ആ ഒരു വസ്തുവിനെ എങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൊണ്ടുവന്നു തരും എന്നാണ് ഈ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്. പണം വർദ്ധിക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള സാധ്യത അവരിൽ ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥമെന്താണ്? നമ്മൾ കൂടുതൽ പണം ഉണ്ടാകുന്നതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ പണം വരുന്ന അവസ്ഥയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു.
അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് സമ്പത്തിന്റെ അഭിവൃദ്ധി കൊണ്ടുവന്നു തരില്ല. പണത്തെ കുറ്റപ്പെടുത്തുന്നതിലൂടെ ദാരിദ്ര്യത്തിന് എന്തോ പ്രത്യേകതയുണ്ട് എന്നൊരു വിശ്വാസമാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിർമ്മിക്കപ്പെടുന്നത്. ഇത് കാരണമായി ഉപബോധ മനസ്സ് സമ്പന്നതയേക്കാൾ കൂടുതൽ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെടും. നമുക്ക് ചെറുപ്പം മുതലേ നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു മുകളിലുള്ള പണം വന്നു ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നല്ല കാര്യങ്ങളെ കൂടുതലായി ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. സമൂഹത്തോട് നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള നല്ല പ്രവർത്തികൾ ചെയ്ത് കാണിക്കണം. അല്ലെങ്കിൽ സമൂഹം അറിയാതെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പലതരത്തിലുള്ള സഹായങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ പേരും സമ്പത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കൂടുതലായി അന്വേഷിക്കുകയും കൂടുതൽ സമ്പത്ത് നേടാനുള്ള വഴികൾ അവരിലേക്ക് എത്തുകയും അതുവഴി അവർ സമ്പത്ത് നേടുകയും ചെയ്യും. ശേഷം അവർ പഠിച്ചത് പ്രകാരം മറ്റുള്ളവരെ സഹായിച്ച് സഹജീവികളോട് അനുകമ്പ പുലർത്തുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല? ഇതിന് കാരണം ചെറുപ്പം മുതലേ കുട്ടികളാകുമ്പോൾ മുതൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ സമ്പത്തിനെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ്. നിങ്ങൾക്ക് നല്ലതെന്താണ് എന്നാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം സമ്പത്തിനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും സമ്പന്നതയെ അംഗീകരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താതെ ഒരു സമ്പത്തും ദുർമാർഗത്തിലൂടെ നേടിയതാണെന്നൊന്നും പറഞ്ഞ് വിമർശിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് സമ്പന്നതയെ ആവശ്യമുണ്ടെന്നും നിങ്ങൾ സമ്പന്നതയെ കൂടുതലായി ആഗ്രഹിക്കുന്നെന്നും മനസ്സിലാക്കുന്നതാണ്. ചിലർ സമ്പത്ത് ലഭിക്കാൻ വേണ്ടി ഉപബോധ മനസ്സിനോട് സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില അഫർമേഷനുകളുണ്ട്. ഉദാഹരണം, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം പണമാണ്, ഞാൻ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി എൻ്റെ സർവ്വശ്രദ്ധയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു വലിയ ഭാഗ്യം നേടാൻ പോകുന്നു എന്നൊക്കെ. എന്നാൽ ഇങ്ങനെ അഫർമേഷൻ നൽകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? സമ്പത്ത്. മറ്റെല്ലാത്തിനെയും ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ധനത്തിനോടുള്ള മോഹം നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തുലനാവസ്ഥയെ ഇല്ലാതാക്കും. വഴിയെ നിങ്ങൾ സമ്പന്നനായെങ്കിൽ കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മനസമാധാനം ദൂരേക്ക് മാറി നിൽക്കും. ചിലർ തങ്ങൾ സമ്പന്നരല്ല, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, കാരണം സമ്പത്ത് വന്നു ചേർന്നാൽ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരും എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ അവർ സമ്പത്തിനെ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ സമ്പത്തിൽ മാത്രം ജീവിതത്തെ നോക്കിക്കാണുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് മാത്രമല്ല വേണ്ടത്, മനസമാധാനം, യോജിപ്പ്, ആനന്ദം, പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം, സ്നേഹം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ സമ്പത്തിനാകണം. അപ്പോഴേ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകൂ. നിങ്ങൾ ധാരാളം സമ്പത്ത് നേടിയെന്ന് കരുതുക, ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയെന്ന് കരുതുക, ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്ന് കരുതുക. പിന്നീട് എവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുക? മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു നോക്കൂ. ഓരോ തവണ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും അവരുടെ മുഖത്ത് വരുന്ന സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ആനന്ദം എത്ര വലുതാകും! അതൊരിക്കലും നിൽക്കാത്ത, ഒരിക്കലും മടുക്കാത്ത ആനന്ദമായിരിക്കും. നിങ്ങളുടെ മനസ്സിൽ പണം സമ്പാദിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ തെറ്റായ ഒരു അവസരത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ധനം സമ്പാദിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാൻ ആർക്കാണ് ഇവിടെ താല്പര്യമുള്ളത്? നിങ്ങൾക്കുള്ളിലുള്ള സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുകമ്പയുടെയും എല്ലാം കണങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് വേണ്ടി നിങ്ങളുടെ ആത്മാവ് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വിജയത്തിനും ക്ഷേമത്തിനും വേണ്ടി സംഭാവന നൽകുന്നതിൻ്റെ ആനന്ദവും ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ശരിയായ സ്ഥാനവുമെല്ലാം മനസ്സിലാക്കാൻ പോകുന്നത്. ഈ തത്വങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ നൈസർഗികമായ തത്വങ്ങളാണ്. നമ്മുടെ എല്ലാവരുടെയും ഉപബോധ മനസ്സ് തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾ ശീലമാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നവനാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടുന്ന സമ്പത്ത് കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോഴും നിങ്ങൾ സമ്പന്നനാണ്.
മറിച്ച് നിങ്ങൾ സമ്പത്തിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ആനന്ദം ലഭിക്കുകയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ യഥാർത്ഥ തത്വങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുവാനും മനസമാധാനവും പൊരുത്തവും പൂർണ്ണ ആരോഗ്യവുമെല്ലാം നിലനിർത്താനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അങ്ങനെ എല്ലാവരെ കൊണ്ടും സാധിക്കട്ടെ എന്നും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടുള്ള വലിയ നന്മയുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഷെയർ ചെയ്ത് ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഈ വിഷയം ഇവിടെ അവസാനിക്കുകയല്ല. നാളെ നിങ്ങളെ തേടി ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗം ഒരു വീഡിയോ രൂപത്തിൽ കടന്നുവരും. അതുവരേക്കും വിട പറയുകയാണ്.